സാർ നമസ്കാരം. കണ്ണൂരിലെ മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായിട്ടുള്ള പി ദിവ്യ ഇന്ന് ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് പങ്കുവെച്ചിട്ടുണ്ട്. അതിലവർ പറയുന്നത് മാധ്യമങ്ങളെല്ലാം തന്നെ വല്ലാതെ തന്നെ വേട്ടയാടുകയാണ്. ഈ കാലഘട്ടത്തിൽ മാധ്യമങ്ങൾ പല്ലും നഖവും ഉപയോഗിച്ച് ആർക്കെതിരെയും എന്തും പറയാവുന്ന സ്ഥിതിയിലേക്ക് മാധ്യമങ്ങൾ എത്തിയിട്ടുണ്ട്. തന്നെ അതിഭീകരമായി മാധ്യമങ്ങൾ വേട്ടയാടുകയും അതിനെതിരായി കൊണ്ട് നിയമ നടപടികൾ സ്വീകരിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഒരു പ്രധാനപ്പെട്ട ചാനലിലെ കേരളത്തിൽ ഇന്ന് അറിയപ്പെടുന്ന ഒരു മാധ്യമ പ്രവർത്തകയ്ക്കെതിരെ കേസ് കൊടുക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ വീഡിയോ അവർ അവസാനിപ്പിക്കുന്നത്. പ്രധാനമായി ഉയരുന്ന ചോദ്യം എന്ന് പറയുന്നത്, നവീൻ ബാബു എന്ന് പറയുന്ന ഒരു സത്യസന്ധനായ ഒരു സർക്കാർ ഉദ്യോഗസ്ഥനെ ഒരു കാര്യവുമില്ലാതെ ക്ഷണിക്കപ്പെടാത്ത ഒരു പരിപാടിയിലേക്ക് ചെന്ന് കയറിയിട്ട് അവിടെ അങ്ങേയറ്റം മോശമായ പദപ്രയോഗങ്ങൾ കൊണ്ട് ആ മനുഷ്യനെ ഇഞ്ചിഞ്ചായി കൊന്ന് അദ്ദേഹത്തെ ആത്മഹത്യയിലേക്ക് തള്ളിവിട്ടു എന്നുള്ളതാണ് പി ദിവ്യയുടെ പേരിലുള്ള കേസ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ പോലും പി ദിവ്യയെ തള്ളിപ്പറയുന്ന ഒരു അവസ്ഥയുണ്ടായി. ആ ഒരു സമയത്ത് പോലും പി ദിവ്യ അതൊന്നും ആക്സെപ്റ്റ് ചെയ്യാതെ തനിക്കെതിരെ ഒന്നും പറയാൻ പാടില്ല എന്നുള്ള നിലയിലേക്ക് മാധ്യമങ്ങളെ കുറ്റപ്പെടുത്തുകയാണ്. അതിന് ജയ് വിളിച്ചുകൊണ്ട് കുറേ അധികം സൈബർ അണികളും രംഗത്ത് വരുന്നുണ്ട്. ഇത് എന്ത് തരം പ്രതിഭാസമാണ് എന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. കാരണം താൻ എന്തും ചെയ്യും, തനിക്കെതിരെ ആരും ഒന്നും പറയാൻ പാടില്ല എന്നുള്ളതാണോ? പാർത്ഥൻ നമസ്കാരം. ഇത് നമ്മൾ ആലോചിച്ച് നോക്കിയാൽ കേരളത്തിൻ്റെ ചരിത്രത്തിൽ തന്നെ, ഒരുപക്ഷെ ഇന്ത്യയുടെ തന്നെ ചരിത്രത്തിൽ ഈ രീതിയിലത്തേക്കുള്ള ഒരു ആത്മഹത്യ എന്ന് നമ്മളിപ്പോൾ നിലവിൽ പോലീസ് പറയുന്ന വാക്ക് ഉപയോഗിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ആ രീതിയിലത്തേക്കുള്ള ഒരു ആത്മഹത്യ നടന്നിരിക്കുന്നതിൻ്റെ ഒരു സാഹചര്യം ഒരുപക്ഷെ ആദ്യമായിട്ടുണ്ടായിരിക്കുന്നതാണ്. നമ്മുടെ നാട്ടിലെ ഒരു ജനപ്രതിനിധി അവർ ക്ഷണിക്കപ്പെടാത്ത ഒരു ചടങ്ങിലേക്ക് പോവുകയും അവിടെ വെച്ചിട്ട് ആ ഒരു ചടങ്ങിൻ്റെ ഒരു സാങ്ക്ടിറ്റി എന്ന് പറയുന്നത് തന്നെ ഒരു ഉദ്യോഗസ്ഥന് യാത്രയപ്പാണ്. അപ്പോൾ ആ യാത്രയപ്പ് ചടങ്ങിൽ പോയി സാധാരണ ആൾക്കാർ നല്ല വാക്കുകൾ മാത്രം പറഞ്ഞിട്ട് പോകുന്ന സമയത്ത് അന്യായമായിട്ട് അവസരത്തിലല്ലാതെ വളരെ മോശമായിട്ടുള്ള പരാമർശങ്ങൾ പറയുകയും അതിൽ ഇനി 2 ദിവസത്തിനകം അതിൻ്റെ കാര്യങ്ങളെല്ലാം നിങ്ങൾ അറിയുമെന്ന രീതിയിലത്തേക്ക് ഒരു ഭീഷണിയുടെ സ്വരത്തിൽ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് പോവുകയും ചെയ്യുക എന്നതിൻ്റെ പേരിൽ ഏതെങ്കിലും ഒരു മാധ്യമമോ ഒരു മാധ്യമ പ്രവർത്തകയോ മാത്രമല്ല പി ദിവ്യയെ വിമർശിച്ചത്. കേരളം മൊത്തത്തിൽ വിമർശിച്ചിരിക്കുന്ന ഒരു വിഷയമാണ്. പോലീസ് അവർക്കെതിരെ കേസെടുക്കേണ്ടി വന്നു. പക്ഷേ പലപ്പോഴും പോലീസ് പല കാര്യങ്ങളിലും വളരെ ഊർജിതമായിട്ട് പ്രവർത്തിക്കുമ്പോൾ പോലും പി ദിവ്യയെ കണ്ടെത്താനായിട്ട് പോലീസിൻ്റെ ഭാഗത്തു നിന്ന് ശ്രമമുണ്ടായില്ല എന്ന് പറയുമ്പോൾ ഒരു പക്ഷേ ഈ എസ്റ്റാബ്ലിഷ്മെൻറ്റിന് അവരെ അറസ്റ്റ് ചെയ്യപ്പെടുക എന്നുള്ളത് വലിയ താല്പര്യമുണ്ടായിരുന്ന വിഷയമായിരുന്നില്ല എന്ന് വേണം മനസ്സിലാക്കാനും. അപ്പോൾ അങ്ങനെ കേരളത്തിൻ്റെ മനസാക്ഷി മൊത്തം നവീൻ ബാബുവിൻ്റെ കുടുംബത്തിനോടൊപ്പം നിൽക്കുന്ന സമയത്താണ് പി ദിവ്യ ജയിലിൽ പോകുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അവസാനം അവർക്ക് ബെയിലൊക്കെ കിട്ടിയതിന് ശേഷം പിന്നീട് അവർ പുറത്തു വരുന്നു. ആ പുറത്തു വന്നതിന് ശേഷം അവരെന്തുകൊണ്ടാണ് ഒരു മാധ്യമ പ്രവർത്തകയെ മാത്രം സിംഗിൾ ഔട്ട് ചെയ്ത് സംസാരിക്കേണ്ടി വരുന്ന സാഹചര്യം എന്നെനിക്ക് മനസ്സിലാകുന്നില്ല. അവരതിലൊരു വലിയ ആശയവ്യക്തതയൊന്നും പറയുന്നില്ല. ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് എനിക്കെതിരെ ചില പരാമർശങ്ങൾ ഉണ്ടായിട്ടുണ്ട്. റിപ്പോർട്ടർ ടിവിയിലെ സുജയ പാർവതിയാണ് എന്നൊക്കെ പറയുന്നു എന്നതിനപ്പുറത്തേക്ക് വക്കീൽ നോട്ടീസ് അയച്ചിരുന്നു. വക്കീൽ നോട്ടീസിന് മറുപടി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ സുജയ റെസ്പോണ്ട് ചെയ്തിരിക്കുന്നത് തൃപ്തികരമല്ല എന്നുള്ള ചില കാര്യങ്ങളാണ് അവർ പറയുന്നത്. അതിനെ അവരൊരു വീഡിയോ ചെയ്ത് അവരതിനെപ്പറ്റി പറയുകയാണ്. നിയമ നടപടി എടുക്കാനുള്ള സ്വാതന്ത്ര്യം പി ദിവ്യയ്ക്കില്ലേ? നിശ്ചയമായിട്ടുമുണ്ട്. പ്രതിയാണ് എന്നതുകൊണ്ട് ആ അവകാശം ഇല്ലാതെയാകുമോ? അതുമില്ല. അപ്പോൾ അവർക്ക് നിയമപരമായിട്ട് നേരിടാം. അതൊരു പക്ഷേ സുജയ്ക്ക് വേണ്ടി അവരുടെ ചാനലോ ഒക്കെ തന്നെ അത് കൈകാര്യം ചെയ്തു എന്ന് കരുതാം. പക്ഷേ ഇവിടുത്തെ പ്രശ്നം സുജയ പാർവതിയുടെ ആരോപണം, വ്യക്തിപരമായിട്ടുള്ള ആരോപണം എന്ന് പറയുന്നു. ഞാൻ മനസ്സിലാക്കുന്നത് എന്താണ് അതിൻ്റെ കോണ്ടെക്സ്റ്റ് എന്ന് അറിയാത്തത് കൊണ്ട് തന്നെ ഞാൻ മനസ്സിലാക്കുന്നത് പി ദിവ്യക്കെതിരെ ഉണ്ടാകേണ്ടുന്ന ആരോപണം എന്ന് പറയുന്നത് നവീൻ ബാബുവുമായി ബന്ധപ്പെട്ട വിഷയത്തിലാണ്. അതിൽ തർക്കമില്ലല്ലോ, കാരണം അതിൽ കേസുണ്ട്. അങ്ങനെ ഒരാളിനെ വിമർശിക്കുക എന്ന രീതിയിലത്തേക്കുള്ള ഒരു സ്വാതന്ത്ര്യം അഭിപ്രായ സ്വാതന്ത്ര്യത്തിലോ മാധ്യമ സ്വാതന്ത്ര്യത്തിലോ ഉൾപ്പെടുന്നില്ല എന്നാണോ പറയേണ്ടത്? ഞാനതുകൊണ്ട് കരുതുന്നത് ഇവിടെ ഒരു സ്വകാര്യ അന്യായം ഫയൽ ചെയ്തിരിക്കുന്നത് നേരത്തെ പറഞ്ഞതുപോലെ അവർക്ക് പൂർണ്ണമായിട്ടുള്ള സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ CPM-ന്റെ നിലപാട് ഈ വിഷയത്തിൽ എന്താണ്? പി ദിവ്യ തനിക്കെതിരെ അനാവശ്യമായിട്ടുള്ള ആരോപണം ഒരു മാധ്യമ പ്രവർത്തക ഉന്നയിച്ചു എന്നതിൻ്റെ പേരിൽ വക്കീൽ നോട്ടീസ് അയക്കുകയും മറുപടി തൃപ്തികരമല്ലാത്തത് കൊണ്ട് അവർ സ്വകാര്യ അന്യായം ഫയൽ ചെയ്യുകയും ചെയ്തിരിക്കുന്ന സാഹചര്യത്തിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മാധ്യമ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഘോരമായി പ്രസംഗിക്കുന്ന ന്യൂസ് ക്ലിക്ക് പോലെയുള്ള സ്ഥാപനങ്ങൾക്ക്, BBC പോലെയുള്ള സ്ഥാപനങ്ങൾക്കൊക്കെ വേണ്ടി നിലകൊള്ളുകയും ചെയ്തിരുന്ന ഭരണപക്ഷത്തിനെ എതിർക്കുകയും വിമർശിക്കുകയും ചെയ്യുന്നതാണ് മാധ്യമധർമ്മം എന്ന് നമുക്ക് സ്റ്റഡി ക്ലാസ് എടുക്കുന്ന CPM എന്താണ് ഈ വിഷയത്തിൽ പറയുന്നത് എന്നുള്ളതാണ് പ്രധാനം. അപ്പോൾ അതുകൊണ്ട് പി ദിവ്യയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ മറുപടി ചോദിക്കേണ്ടത് പി ദിവ്യയോടല്ല, മറിച്ച് ഗോവിന്ദമാഷിനോടാണ്. കാരണം അദ്ദേഹമാണ് CPM-ന്റെ സംസ്ഥാനത്തെ സെക്രട്ടറി. അദ്ദേഹമാണ് ഈ കാര്യത്തിൽ വിശദീകരണം നടത്തേണ്ടത്. ദിവ്യയ്ക്ക് ഇപ്പോൾ അവരുടെ നിന്നിരുന്ന സംശയത്തിൻ്റെ നിഴലിൽ നിന്ന് അവരൊട്ടും മാറിയിട്ടില്ല.
അങ്ങനെ മാറണമെന്നുണ്ടെങ്കിൽ ഈ കേസുമായി ബന്ധപ്പെട്ട വിചാരണ നടപടികൾ പൂർത്തിയാകണം. അതിൽ പി ദിവ്യ കുറ്റവാളിയല്ല എന്ന രീതി കണ്ട് കോടതി അവരെ വിടുതൽ ചെയ്തു കൊടുക്കണം. അങ്ങനെ ഒരു സാഹചര്യമില്ല. ഇപ്പോഴവർ അക്യൂസ്ഡ് ആയിട്ട് അവിടെ നിൽക്കുകയാണ്. അപ്പോൾ അത് കേസെടുത്തിരിക്കുകയാണ്. കേസ് ഓൺ റെക്കോർഡാണ് എങ്കിൽ അവർക്കെതിരെ ആരോപണം ഈ ഒരു സമയത്തുണ്ട് എങ്കിൽ അതൊരു പരിധിവരെ ജസ്റ്റിഫൈ ചെയ്യപ്പെടും എന്ന് തന്നെയാണ്. കാരണം അത് നിയമപരമായിട്ട് നമ്മുടെ മുന്നിലുള്ള അറിവിൻ്റെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ അങ്ങനെ ഒരാളിനെ വിമർശിക്കാനായിട്ട് നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾക്ക് സ്വാതന്ത്ര്യമില്ല എന്ന് പറഞ്ഞാൽ അതിനർത്ഥം നമ്മൾ ചൈനയിലോ നോർത്ത് കൊറിയയിലോ ആണോ എന്നാണ്. പക്ഷേ നമ്മൾ ചൈനയിലുമല്ല, നോർത്ത് കൊറിയയിലുമല്ല, മാധ്യമ സ്വാതന്ത്ര്യം എമ്പാടുമുള്ള ഇന്ത്യയിലാണ്. ഈ ഇന്ത്യയിലാണ് മാധ്യമ സ്വാതന്ത്ര്യത്തിന് വേണ്ടി CPM വെറുതെ നമ്മൾ അവരുടെ വെബ്സൈറ്റ് ഒന്ന് കയറി പരിശോധിച്ചാൽ തന്നെ എത്രയെത്ര ആർട്ടിക്കിളുകൾ കാണ്ടമായിട്ട് അവർ എഴുതിയിട്ടുണ്ട് എന്ന് നമുക്കറിയാം. നമ്മുടെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനും നമ്മുടെ ഇവിടുത്തെ CPMന്റെ സെക്രട്ടറി ആയിട്ടുള്ള ശ്രീ MV ഗോവിന്ദനും അടക്കം എത്രയോ നേതാക്കന്മാർ മാധ്യമങ്ങളുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി, മാധ്യമങ്ങൾക്ക് വിമർശിക്കാനുള്ള അവരുടെ അധികാരത്തിന് വേണ്ടി, അവകാശങ്ങൾക്ക് വേണ്ടിയൊക്കെ തന്നെ നിലകൊണ്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന ആൾക്കാർക്ക് ഈ ഒരു വിഷയത്തിൽ മാത്രം അവർക്ക് വ്യത്യസ്തമായിട്ടുള്ള ഒരു അഭിപ്രായമുണ്ടോ? അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള ഒരു അഭിപ്രായം ഉണ്ട് എങ്കിൽ പി ദിവ്യ ഈ വിഷയത്തിൽ നിരപരാധിയാണ് എന്ന് CPM കരുതുന്നുണ്ട് എങ്കിൽ എന്താണ് ആ ബോധ്യത്തിന്റെ അടിസ്ഥാനമെന്ന് വിശദീകരിക്കേണ്ടവരാണ്. അപ്പോൾ പൊതുസമൂഹത്തിന് മുന്നിൽ ഇപ്പോഴും ദിവ്യ അക്യൂസ്ഡായിട്ട് അവിടെ നിൽക്കുകയാണ്. അവരെ ചെയ്തിരിക്കുന്നു എന്ന രീതിയിലത്തേക്കുള്ള ഒരു കുറ്റം അവിടെയുണ്ട്. അതിൻ്റെ പേരിലാണ് ഒരുപക്ഷെ നവീൻ ബാബു സ്വയം ജീവൻ ഒടുക്കിയതാണ് എങ്കിൽ അതിന് അദ്ദേഹം പ്രേരിപ്പിക്കപ്പെട്ടത് എന്ന രീതിയിലത്തേക്കുള്ള ഒരു ചാർജ് സമൂഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ട്. അതിൽ നിന്ന് അവർ പുറത്തു വരുന്നത് വരെയും അവർക്ക് ഈ രീതിയിലത്തേക്കുള്ള വിമർശനം നേരിടേണ്ടി വരും. ഇതില്ല എങ്കിൽ നാളെ സംഭവിക്കുന്നത് എന്താണെന്നറിയോ? നാളെ പൾസർ സുനി വരും. പൾസർ സുനി വന്നതിന് ശേഷം ഇതേ കാര്യം തന്നെ പറയും. നാളെ ജയിലിൽ കിടക്കുന്ന ഓരോ പ്രതിയും വരും. ഇപ്പോൾ TP വധക്കേസിലുള്ള ജയിലിൽ കിടക്കുന്ന പ്രതികളുണ്ട്, അല്ലെങ്കിൽ പരോള് കിട്ടി പുറത്തു നിൽക്കുന്ന ആൾക്കാരുണ്ട്. ഇവരിത് തന്നെ പറയും. ഞാൻ പറയുന്നത് ആ രീതിയിലത്തേക്ക് ലോലെസ്നെസ് അല്ല ഇവിടുത്തെ നോം. ഇവിടുത്തെ നോം എന്ന് പറയുന്നത് നിയമമാണ്. ആ നിയമം ഇപ്പോൾ എന്താണ്, ഏത് ഘട്ടത്തിലാണ് നിൽക്കുന്നതെന്ന് ചോദിച്ചാൽ നിയമം ഇപ്പോൾ പി ദിവ്യയുടെ സൈഡിലല്ല. അപ്പോൾ അത് അങ്ങനെ അവരുടെ സൈഡിലാക്കിയെടുത്തതിന് ശേഷം പിന്നെയും ആരെങ്കിലും ഈ രീതിയിലത്തേക്കുള്ള ഒരു പരാമർശം പറയുകയാണെങ്കിൽ അവർക്ക് കേസുമായിട്ട് മുന്നോട്ട് പോകാം. അതല്ല എങ്കിൽ അങ്ങനെ എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ എന്നെനിക്കറിയില്ല. ഇനി അനാവശ്യമായിട്ടുള്ള വ്യക്തിപരമായിട്ടുള്ള എന്തെങ്കിലും വിമർശനം അവർ നടത്തിയിട്ടുണ്ടെങ്കിൽ, കേസിൻ്റെ മെറിറ്റുമായിട്ട് ബന്ധമില്ലാത്ത എന്തെങ്കിലും ഒരു കാര്യമാണ് റിപ്പോർട്ടർ TVയിൽ നിന്നോ സുജയ പാർവതിയുടെ ഭാഗത്തു നിന്നോ ഉണ്ടായിട്ടുള്ളത് എങ്കിൽ അത് ഒരുപക്ഷെ നീതീകരിക്കപ്പെടാവുന്ന കാര്യമാണ്. പക്ഷേ അങ്ങനെ ഒരു ചാനൽ വന്നിരുന്നിട്ട് ആ രീതിയിലത്തേക്ക് വ്യക്തിവിദ്വേഷം നടത്തുമോ, അങ്ങനെ സുജയ പാർവതിയെ പോലെ ഒരു മാധ്യമപ്രവർത്തക അത് നടത്തിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ തെളിവ് എന്താണ് തുടങ്ങിയ കാര്യങ്ങളുണ്ട്. അപ്പോൾ നമ്മളത് പി ദിവ്യ പോലും അത് പറയാനായിട്ട് തയ്യാറാകുന്നില്ല. എന്താണ് എന്നതുമായി ബന്ധപ്പെട്ട് വിശദമായിട്ട് അവർ പറയാനായിട്ട് തയ്യാറാകുന്നില്ല. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ പൊതുസമൂഹത്തിന് നിലവിൽ പി ദിവ്യ ഈ പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത് കൊണ്ട് അവരെ വിമർശിക്കുന്നതൊക്കെ തന്നെ ജസ്റ്റിഫൈഡ് ആണെന്ന രീതിയിലത്തേക്കുള്ള ഒരു സമീപനം മാത്രമേ എടുക്കാൻ കഴിയുകയുള്ളൂ. അതല്ല എങ്കിൽ എന്നെ ഈ വിഷയവുമായി ബന്ധമില്ലാത്ത അന്യായമായിട്ടുള്ള മറ്റു കാര്യത്തിന് യാതൊരു വിധത്തിലുള്ള അടിസ്ഥാനവുമില്ലാതെ, തെളിവുകളില്ലാതെ എന്നെ വിമർശിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ എന്നെ അവഹേളിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആ തെളിവ് പുറത്തുവിടുന്നതിന് വേണ്ടിയിട്ട് ദിവ്യ തയ്യാറാവുകയും വേണം. അതിന് അവർ തയ്യാറാകുന്നില്ല എങ്കിൽ അവർക്ക് വലിയ ജനപിന്തുണ ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരുപക്ഷെ പാർട്ടിയുടെ പല നേതാക്കന്മാരും, മനസാക്ഷിയുള്ള എത്ര നേതാക്കന്മാർ ഈ വിഷയത്തിൽ ആരോപണ വിധേയമായിട്ടുള്ള ഒരു സ്ത്രീയോടൊപ്പം നിൽക്കുമെന്ന് എനിക്കറിയില്ല. പക്ഷേ എങ്കിൽ പോലും ഒരുപക്ഷെ പാർട്ടിയുടെ ആൾക്കാർ അവരെ ന്യായീകരിക്കുന്നു എന്നതിനപ്പുറത്തേക്ക് പൊതുസമൂഹത്തിൻ്റെ ഒരു സ്വീകരണമോ ഒന്നും തന്നെ അവരുടെ വീഡിയോയ്ക്ക് ഉണ്ടാകുമെന്ന് ഞാൻ കരുതുന്നില്ല. അതൊരു പോസ്റ്റായിട്ട് പോലുമല്ല. അത് നമുക്ക് വെറുതെ ഒരു പോസ്റ്റ് ആയിരുന്നെങ്കിൽ ആ പോസ്റ്റ് നമുക്ക് വായിച്ച് മനസ്സിലാക്കാം. ഇത് വളരെ വിശദമായിട്ട് ഏതോ ഒരു ലൊക്കേഷനിൽ പോയിട്ട് ഒരു വീഡിയോ ഷൂട്ട് ചെയ്തിട്ട് എടുത്തിട്ടിരിക്കുകയാണ്. അപ്പോൾ അത് നമുക്കത് മൊത്തം കാണണം. അത് കാണുക എന്ന് പറയുന്നത് തന്നെ ഒരു ലബോറിയസ് ആയിട്ടുള്ള ഒരു എഫേർട്ടാണ്. അവർക്ക് വേണമെങ്കിൽ ഇന്ന വിഷയമുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു പോസ്റ്റ് ഇടുന്നതായിരുന്നു കൂടുതൽ ഉചിതം. പക്ഷേ ആ രീതിയിലത്തേക്ക് അവരിത് ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് അതിന് അത്ര റീച്ച് കിട്ടുമോ എന്ന് എനിക്കറിയില്ല. നമ്മൾ ഇൻഫാക്ട് ഈ ഒരു സംഭാഷണം നമ്മളുടേത് റെക്കോർഡ് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ ഈ സുജയ പാർവതി, പി ദിവ്യ തുടങ്ങിയ കുറേ കീവേഡ്സ് വെച്ചിട്ട് ഞാൻ നെറ്റിൽ സെർച്ച് ചെയ്ത് നോക്കി ഇതുമായി ബന്ധപ്പെട്ട് എന്താണ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് എന്ന്. ഏതോ ഒരു ഓൺലൈൻ പോർട്ടലിൽ ഈ ഒരു വാർത്ത വന്നു എന്നതിനപ്പുറത്തേക്ക് മറ്റാരും തന്നെ, മുഖ്യധാരാ മാധ്യമങ്ങളൊന്നും തന്നെ നമ്മളിത് റെക്കോർഡ് ചെയ്യുന്ന സമയം വരെയും ഈ ഒരു വാർത്തയെ വലിയ കാര്യമായിട്ട് കണ്ടിട്ടില്ല. അപ്പോൾ അത് ഒരുപക്ഷെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ആയിരുന്നുവെങ്കിൽ ദിവ്യയ്ക്ക് കുറച്ചുകൂടെ റീച്ച് കിട്ടുമായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത് പക്ഷേ ഒരു വീഡിയോ ആയിട്ടാണ് അവർ ചെയ്തിട്ടിരിക്കുന്നത്. അപ്പോൾ അതൊരു പക്ഷേ സഖാക്കന്മാരായിട്ടുള്ള കുറേയധികം ആൾക്കാർ ഷെയർ ചെയ്യും എന്നതിനപ്പുറത്തേക്ക് വലിയൊരു ഇമ്പാക്റ്റ് അത് ഉണ്ടാക്കുമോ എന്ന കാര്യത്തിൽ എനിക്ക് വലിയ സംശയമുണ്ട്. തീർച്ചയായിട്ടും. എന്തായാലും പി ദിവ്യ മാധ്യമങ്ങളെയൊക്കെ ഇങ്ങനെ ആക്രമിക്കുമ്പോൾ അവർ ചെയ്തത് നവീൻ ബാബുവിനെ കുറ്റം പറയാൻ വേണ്ടി അവിടുത്തെ ഒരു പ്രാദേശിക മാധ്യമത്തെ കൂട്ടി വന്ന് ആ മാധ്യമത്തിലൂടെ അതൊക്കെ പ്രചരിപ്പിച്ച് നല്ല ഷോർട്സ് ഒക്കെ ഇറക്കി സഖാക്കളുടെ ഫേസ്ബുക്ക് പേജ് വഴിയൊക്കെ അഴിമതിക്കെതിരെ സംസാരിക്കുന്നു എന്ന തരത്തിലൊക്കെയാണ് പി ദിവ്യ അന്ന് പ്രചരിപ്പിച്ചത്. അതേ ദിവ്യ തന്നെയാണെന്ന് മാധ്യമങ്ങൾക്കെതിരെ പറയുന്നതും എന്നതാണ് ഏറെ വൈരുദ്ധ്യം എന്ന് പറയുന്നത്.
എന്തായാലും അങ്ങുമായി ബന്ധപ്പെട്ട് അങ്ങ് പറഞ്ഞ കാര്യങ്ങൾ വളരെ ശ്രദ്ധേയമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പക്ഷേ മാധ്യമപ്രവർത്തകരുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ തനിക്കെതിരെ ഒന്നും പറയാൻ പാടില്ല, താനെല്ലാം പറയും എന്ന നിലപാട് ശരിയാണോ എന്ന കാര്യമാണ് നമ്മളിവിടെ പരിശോധിച്ചത്. എന്തായാലും ഈ ചർച്ചയുമായി സഹകരിച്ചതിൽ അങ്ങേക്ക് ഒരുപാട് നന്ദി. പാർത്ഥൻ, അതിനു മുമ്പ് ഒരു കാര്യം കൂടി പറയാനുള്ളത്, മാധ്യമപ്രവർത്തനം എന്തായിരിക്കണം എന്ന രീതിയിലത്തേക്കുള്ള ഒരു ക്ലാസ് കൂടി അവിടെ ആ വീഡിയോയിലുണ്ട് കേട്ടോ. അപ്പോൾ അത് നമ്മുടെ നാട്ടിലെ മാധ്യമപ്രവർത്തകർ അതൊന്ന് ശ്രദ്ധിച്ചാൽ നന്നായിരിക്കും. കാരണം ഇത് പറയുന്ന ആൾ അവിടെ ക്ഷണിക്കപ്പെടാത്ത ഒരു ചടങ്ങിൽ പോയി, വേറെ പ്രത്യേകം ഒരു ന്യൂസ് ടീമൊക്കെ അവിടെ വന്നതിന് ശേഷമാണ് ആ ഒരു വീഡിയോ റെക്കോർഡ് ചെയ്യുകയും ഒക്കെ ചെയ്തത് എന്നാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഏതാണ് ശരിയായ മാധ്യമപ്രവർത്തനം എന്ന് നമ്മുടെ നാട്ടിലുള്ള ആൾക്കാർ വിലയിരുത്തട്ടെ. എന്തായാലും എല്ലാവരും അതൊന്ന് കണ്ടു നോക്കിയാൽ നന്നായിരിക്കും. നന്ദി. തീർച്ചയായും എന്തായാലും നന്ദി. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.